ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് അറിയാം. ഭരണഘടനയിൽ നമുക്ക് ഷുവറായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് എല്ലാ എക്സാമുകളിലും ചോദിക്കുന്നതാണ്. ഒന്ന്, ഭേദഗതികളിൽ നിന്ന് ഏതായാലും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും പരീക്ഷകളിൽ കാണാറുണ്ട്. നമ്മൾ 86-ാം ഭേദഗതി വരെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇന്ന് നോക്കാനുള്ളത് 91-ാം ഭേദഗതിയോടാണ് നോക്കാനുള്ളത്. തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി വർഷം 2003. 91-ാം ഭേദഗതി 2003. ഇതെന്താണ്? ഇതിൻ പ്രകാരമാണ്, ഇത് കൂറുമാറ്റ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭേദഗതിയാണിത്. ഇതിൻ പ്രകാരം എന്താണ്? മന്ത്രിമാരുടെ എണ്ണം സാമാജികരുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. മന്ത്രിമാരുടെ എണ്ണം എന്താണ്? മന്ത്രിമാർ 15% മാത്രമേ പാടുള്ളൂ. 15% കൂടാൻ പാടില്ല. സാമാജികരുടെ എണ്ണത്തിന്റെ, ആകെ സാമാജികരുടെ എണ്ണത്തിന്റെ 15% കൂടുതൽ വരാൻ പാടില്ല. എന്ത്? മന്ത്രിമാരുടെ എണ്ണം 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നതാണ്. എന്താന്ന് പറയുന്നത്? 91-ാം ഭേദഗതി 2003. 91-ാം ഭേദഗതി 2003. ഇപ്പൊ കേരളത്തിന് എത്ര മന്ത്രിമാരാണുള്ളത്? 21 മന്ത്രിമാരാണ് ഉള്ളത്. 21 മന്ത്രിമാരാണ് കേരളത്തിനുള്ളത്. അപ്പൊ അത് എന്താണ്? 15% കൂടാൻ പാടില്ല. 15% ഉള്ളൂ. കേരളത്തിൽ 21 മന്ത്രിമാരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നതാണ് 91-ാം ഭേദഗതി 2003. 2003-ലെ 91-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് 97-ാം ഭേദഗതിയാണ്. 97-ാം ഭേദഗതി 2011. ഇനി അടുത്തതാണ് 97-ാം ഭേദഗതി 2011. 97-ാം ഭേദഗതി 2011. ഈ 97-ാം ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഈ 97-ാം ഭേദഗതി പ്രകാരമാണ് പാർട്ട് 9B കൂട്ടിച്ചേർക്കുന്നത്. പാർട്ട് 9B കൂട്ടിച്ചേർക്കുന്നത് 97-ാം ഭേദഗതി പ്രകാരമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പാർട്ട് 9-നകത്ത് എന്താ പറയുന്നത്? പഞ്ചായത്തിനെ കുറിച്ച് പറയുന്ന പാർട്ടാണ് പാർട്ട് 9. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്ന പാർട്ട് 9. ഇങ്ങനെ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 9A. എന്നാൽ 9B എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 9B എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 9B. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആണ് ഈ 97-ാം ഭേദഗതി 2011 പറയുന്നത്. 2011-ലെ 97-ാം ഭേദഗതിയിൽ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് ഭാഗത്തിലാണ് കൂട്ടിച്ചേർത്തത്? പാർട്ട് 9B. പാർട്ട് 9Bയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആണ് 97-ാം ഭേദഗതിയിൽ പറയുന്നത്. 2011-ലെ 97-ാം ഭേദഗതി. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് 100 മുതൽ, ഇപ്പം നിലവിൽ എത്ര ഭേദഗതിയുണ്ട്? 106 ഭേദഗതി വരെ നടന്നിട്ടുണ്ട്. 106-ാം ഭേദഗതിയാണ് ഇപ്പം നിലവിൽ ഉള്ളത്. ഇനി 100 മുതൽ 106 വരെയുള്ള ഭേദഗതികളൊന്ന് നോക്കാം. 100-ാം ഭേദഗതി ഏത് വർഷമാണ്? 2015-ലാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബംഗ്ലാദേശ് അതിർത്തി കരാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് 100-ാം ഭേദഗതി. 100-ാം ഭേദഗതി ബംഗ്ലാദേശ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 100-ാം ഭേദഗതി 2015-ലാണ്. ഇനി അടുത്തത് 101-ാം ഭേദഗതി. 101-ാം ഭേദഗതി 2016-ലാണ്. 101-ാം ഭേദഗതി 2016-ലാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? GSTയുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതിയാണ് 101-ാം ഭേദഗതി. 101-ാം ഭേദഗതിയിലാണ് GSTയെ കുറിച്ച് പറയുന്ന ഭേദഗതിയാണ്. 101-ാം ഭേദഗതി 2016-ലാണ്. ഇനി ഇതിൽ ഭേദഗതി ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഭേദഗതി ചെയ്യുള്ളൂ. അപ്പോൾ GSTയെ കുറിച്ച് പറയുന്ന, GST കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? GST കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 279A. GST കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 279A. ഈ GST കുറിച്ച് ഉള്ള ആർട്ടിക്കിൾ അമെൻമെൻ്റ് ആണ് 101-ാം ഭേദഗതി 2016 GSTയെ കുറിച്ചുള്ളത്. ഇനി ഈ GST നിലവിൽ വരുന്നത് എന്നാണ്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GST കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 279A. ഇനി GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ധനകാര്യമന്ത്രി ആയിരിക്കും. GST കൗൺസിലിൻ്റെ
അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും. GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ എപ്പോഴും കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും. GST കൗൺസിലിൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? GST കൗൺസിലിൽ ഇപ്പോൾ നിലവിൽ 33 അംഗങ്ങളുണ്ട്. GST കൗൺസിലിൻ്റെ അംഗങ്ങളെന്ന് പറയുന്നത് 33 അംഗങ്ങളാണ്. GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ആർട്ടിക്കിൾ 279A ആണ്. അംഗങ്ങൾ 33 അംഗങ്ങളാണ്. GST കുറിച്ച് പറയുന്ന ഭേദഗതി എന്ന് പറഞ്ഞാൽ 101 ഭേദഗതി 2016 GST നിലവിൽ വരുന്നത് 2017 ജൂലൈ 1 GST കൗൺസിലിലെ അംഗങ്ങൾ 33 ആണെന്ന് പറഞ്ഞു. ഈ 33 നമുക്ക് എങ്ങനെ തിരിക്കാൻ പറ്റും? 31 + 1 + 1 അതാണ് 33. ഈ 1 എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി, GST കൗൺസിലിലെ ചെയർമാനായിട്ടുള്ള കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഈ 1. ഈ അടുത്ത 1 എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയാണ്. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി. ഇനി ഈ 31 എങ്ങനെ തിരിക്കാം? ഈ 31 തിരിക്കാൻ പറ്റും. എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങൾ പ്ലസ് 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതായത് 28 സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ പ്ലസ് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ എന്തുണ്ട്? നിയമസഭയുണ്ട്. 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭയുണ്ട്. അപ്പോൾ ഈ നിയമസഭയുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ, ഇത്രയും പേരും കൂടെ ചേർന്നതാണ് GST കൗൺസിലിലെ അംഗങ്ങൾ. 33 പേര്. GST കൗൺസിലിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് 33 പേരാണ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അതിൽ അംഗങ്ങൾ എന്താണ്? 31 എന്ന് പറയുന്നത് 28 സംസ്ഥാനങ്ങളിലെയും ധനകാര്യ മന്ത്രിമാർ അല്ലെങ്കിൽ 38 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്ലസ് നിയമസഭയുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്ലസ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പ്ലസ് കേന്ദ്ര ധനകാര്യ മന്ത്രി. അങ്ങനെ 33 പേരാണ് ഇവിടെയുള്ളത്. GST കൗൺസിലിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ഇനി മുഖ്യമന്ത്രി, നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? എവിടെയൊക്കെയാണ് മുഖ്യമന്ത്രിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്? പുതുച്ചേരിയിൽ എന്തുണ്ട്? മുഖ്യമന്ത്രി ഉണ്ട്. മുഖ്യമന്ത്രിയുള്ള, അതായത് നിയമസഭയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. പുതുച്ചേരി രൂപീകരിക്കുന്ന ഏത് വർഷമാണ്? 1963 പുതുച്ചേരി രൂപീകരിക്കുന്നത്. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി ആരാണ്? N. രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. നിയമസഭയുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 പുതുച്ചേരി, താഴേന്ന് പോകുമ്പോൾ പുതുച്ചേരി. പുതുച്ചേരിയിൽ ആരാണ് മുഖ്യമന്ത്രി? N. രംഗസ്വാമി. ഇനി അടുത്ത നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഡൽഹിയിൽ ആരാണ്? രേഖ ഗുപ്ത. ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ഇനി അടുത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിയുള്ള നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. അപ്പോൾ നമ്മൾ GST കൗൺസിലിന്റെ ഘടന പറഞ്ഞപ്പോഴത്തേക്കും 31 + 1 + 1 എന്ന് പറഞ്ഞു. 31 നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു. 28 + 3 എന്ന് പറഞ്ഞു. ആ 3 എന്ന് പറയുന്നത് നിയമസഭയുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളാണെന്ന് പറഞ്ഞു. ആ നിയമസഭയുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി N. രംഗസ്വാമി. 1963 പുതുച്ചേരി രൂപീകരിക്കുന്നത്. ഇനി ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്ത. രേഖ ഗുപ്ത. ഇനി അടുത്ത് പറയുന്ന ഏതാണ്? ജമ്മു കാശ്മീരിൻ്റെതാണെങ്കിൽ ഒമർ അബ്ദുള്ളയാണ് മുഖ്യമന്ത്രി. ജമ്മു കാശ്മീർ ആദ്യം ഒരു സംസ്ഥാനമായിരുന്നു. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം വരുന്നത് എന്നാണ്? 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടന എന്ന് പറയുന്നത്. എന്താണ്? ആദ്യം എത്ര സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ? 29 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അതിലെ ജമ്മു കാശ്മീർ എന്നുള്ള സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതൊക്കെ ജമ്മു കാശ്മീർ എന്ന് ലഡാക്ക് എന്നുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അതാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ഒക്ടോബർ 31. ഇതിൻ പ്രകാരം ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ജമ്മു എന്നും ലഡാക്ക് എന്നും. ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അതിൽ ഒരു സ്ഥലത്ത് ജമ്മു കാശ്മീരിലെ എന്തുണ്ട്? നിയമസഭ ഉണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. നമ്മൾ പറഞ്ഞത് 101 വരെ. 100 പറഞ്ഞു, 101 പറഞ്ഞപ്പോൾ GST പറഞ്ഞപ്പോഴാണ്
GST കൗൺസിലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പോയത്. അപ്പം 100ാമത്തെ ഭേദഗതി 2015 ബംഗ്ലാദേശ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. 101ാമത്തെ ഭേദഗതി 2016. ഇനി 102ാമത്തെ ഭേദഗതി 2018. 2018 102ാമത്തെ ഭേദഗതി. 102ാമത്തെ ഭേദഗതി എന്ത് പറയുന്നു? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പിന്നോക്ക കമ്മീഷന് എന്താണ് ഭരണഘടനാ പദവി നൽകുന്ന നാഷണൽ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷന് എന്ത് പദവി കിട്ടുന്നു? ഭരണഘടനാ പദവി കിട്ടുന്നു. നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷന് എന്ത് കിട്ടുന്നു? ഭരണഘടനാ പദവി കിട്ടുന്നത് 102ാം ഭേദഗതി 2018 പ്രകാരം. 2018 102ാം ഭേദഗതി പ്രകാരമാണ് നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷന് ഭരണഘടനാ പദവി കിട്ടുന്നത്. 2018. ഇനി അടുത്ത് 103ാം ഭേദഗതി. 103ാം ഭേദഗതി 2019. 103ാം ഭേദഗതി 2019. ഇതിന് പ്രകാരമാണ് മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ ഉദ്യോഗങ്ങളിലും 10% സംവരണം നൽകുന്നതാണ്. എഡ്യൂക്കേഷനിലി ബാക്ക്വേർഡ് ക്ലാസ്സിന്റെ സംവരണം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് 103ാം ഭേദഗതി 2019. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ ഉദ്യോഗങ്ങളിലും 10% സംവരണം മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണത്തെ പറ്റി പറയുന്നതാണ് 103ാം ഭേദഗതി. ഇനി അടുത്തതാണ് 104ാം ഭേദഗതി. 104ാം ഭേദഗതി 2020. 104ാം ഭേദഗതി 2020 പ്രകാരം 2 കാര്യങ്ങളുണ്ട് അതിനകത്ത് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞു. അതായത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ഉണ്ടായിരുന്നത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമാണ്. രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ഇല്ല. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 12 പേരും ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. 12 പേര് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. അതിലെന്തില്ല? ആംഗ്ലോ ഇന്ത്യൻ ഇല്ല. കലാ, സാംസ്കാരികം, സാങ്കേതിക അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ നിന്ന് 12 പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 104ാം ഭേദഗതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പ്രകാരം എന്തുണ്ടായിരുന്നു? ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഈ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞത് 104ാം ഭേദഗതി 2020. അത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC/ST സംവരണം 2030 വരെ നീട്ടി. SC/ST സംവരണം 2030 വരെ നീട്ടിയെന്ന ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും SC/ST സംവരണം ഏതുവരെ നീട്ടിയിട്ടുണ്ട്? 2030 വരെ നീട്ടിയതും 104ാം ഭേദഗതി 2020 പ്രകാരമാണ്. ഇനി അടുത്തത് 105ാം ഭേദഗതി. 105ാം ഭേദഗതി ഏത് വർഷമാണ്? 2021. 2021 105ാം ഭേദഗതി. 105ാം ഭേദഗതി. ഇനി അതിനകത്ത് പറയുന്നത് പിന്നോക്കക്കാരെ തീരുമാനിക്കുള്ള അധികാരം ആർക്ക് കിട്ടി? സ്റ്റേറ്റിന് കിട്ടിയത്. പിന്നോക്കക്കാർ ആരൊക്കെയാണ്? പിന്നോക്ക കമ്മീഷനെ കുറിച്ച് പറയുന്ന പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി കിട്ടുന്ന 102ാം ഭേദഗതി 2018 പ്രകാരമാണ്. എന്നാൽ ഈ 105ാം ഭേദഗതി 2021 പ്രകാരം പിന്നോക്കക്കാർ ആരൊക്കെയാണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് ലഭിക്കുന്നു. പിന്നോക്കക്കാരെ നിശ്ചയിക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് ലഭിക്കുന്നത് 105ാം ഭേദഗതി 2021 പ്രകാരമാണ്. ഇനി അടുത്തത് 106ാം ഭേദഗതി 2023. 106ാം ഭേദഗതി 2023. ഈ 106ാം ഭേദഗതി 2023 എന്നാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയത്തെ കുറിച്ച് പറയുന്നതാണ് 106ാം ഭേദഗതി. ഇതെന്താണ്? ഈ 106ാം ഭേദഗതിയെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ 100 2015, 101 2016, 102 2018. അതായത് എല്ലാ വർഷങ്ങളും ഉണ്ട്. 15 ഉണ്ട്, 16 ഉണ്ട്, പിന്നെ 17 ഇല്ല. 102ാം ഭേദഗതി വരുമ്പോൾ അടുത്ത വർഷം 2018. 103ാം ഭേദഗതി വരുമ്പോൾ വീണ്ടും 2019. 104 വരുമ്പോൾ 2020. 105 വരുമ്പോൾ 21. പിന്നെ 106 വരുമ്പോൾ വീണ്ടും ഒരു വർഷം സ്കിപ്പ് ചെയ്തു. 106ാം ഭേദഗതി 2022 ഇല്ല, 2023 106ാം ഭേദഗതി. 106ാം ഭേദഗതി 2023 എന്തിനെ കുറിച്ച് പറയുന്നു? നാരി ശക്തി വന്ദൻ അധിനിയം. 106ാം ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം എന്താണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും എത്ര ശതമാനം വനിതാ സംവരണം? 33% വനിതാ സംവരണം. ലോക്സഭ പ്ലസ് സംസ്ഥാന നിയമസഭ
ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും എത്ര 33% സംവരണം, വനിതാ സംവരണം, 33% വനിതാ സംവരണത്തെ കുറിച്ച് പറയുന്നതാണ് 106 ഭേദഗതി. അതിനെ പറയുന്നതാണ് നാരി ശക്തി വന്ദൻ അധിനിയം. 106 ഭരണഘടനാ ഭേദഗതി 2023. എന്തിനെ കുറിച്ചാണ്? ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും 33% വനിതാ സംവരണം. എവിടെ ഇല്ല? രാജ്യസഭയിൽ ഇല്ല. രാജ്യസഭയിൽ ഇല്ല. പിന്നെ എവിടെ ഇല്ല? നിയമസഭാ കൗൺസിലും ഇല്ല. നിയമസഭാ കൗൺസിലും ഇല്ല. എവിടെയൊക്കെ ഇല്ല? രാജ്യസഭയിലും ഇല്ല, നിയമസഭാ കൗൺസിലും ഇല്ല. എവിടെയൊക്കെ ഉള്ളത്? ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ട്, എന്നാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇല്ല. ഇതിൽ 30. പിന്നെ ഇവിടെ ഉണ്ട് ഡൽഹി നിയമസഭ. ലോക്സഭ, സംസ്ഥാന നിയമസഭ പ്ലസ് ഡൽഹി നിയമസഭയിലും കൂടെയാണ് 33% സംവരണം. ലോക്സഭ, സംസ്ഥാന നിയമസഭ പ്ലസ് ഡൽഹി നിയമസഭയിലും വനിതകൾക്ക് 33% സംവരണത്തെ കുറിച്ച് പറയുന്നതാണ് 106 ഭേദഗതി 2023. ഈ 106 ഭരണഘടനാ ഭേദഗതി 2023 എത്രാമത്തെ ബിൽ നമ്പറാണ്? ബിൽ നമ്പർ 128ാമത്തെ ബില്ലാണ്. ബിൽ നമ്പർ എന്ന് പറയുന്നത് 128ാമത്തെ ബില്ലാണ്. 128ാമത്തെ ബിൽ. ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ആരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ്. അർജുൻ റാം മേഘ്വാൾ. അർജുൻ റാം മേഘ്വാൾ ആണ് ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഇനി ഈ 128ാമത്തെ ബില്ല്, അതിനൊരു പ്രത്യേകതയുണ്ട്. പുതിയ ലോക്സഭാ മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലാണ്. പുതിയ ലോക്സഭാ മന്ദിരത്തിൽ 128ാമത്തെ ബില്ല്. ഇത് എന്നാണ് അവതരിപ്പിക്കുന്നത്? ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് 2023 ജൂലൈ 19 എന്ത് അവതരിപ്പിക്കുന്നു? ഈ 128ാമത്തെ ബില്ല്, 106 ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ഇനി അടുത്തത് 2023 ജൂലൈ 20 എന്ത് ചെയ്യുന്നു? ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുന്നു. ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുന്നത് 2023 ജൂലൈ 20 ഇനി തൊട്ടടുത്ത ദിവസം 2023 ജൂലൈ 21 എവിടെ പാസ്സാക്കുന്നു? രാജ്യസഭയിൽ പാസ്സാക്കുന്നു. ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, ലോക്സഭയിൽ പാസ്സാകുന്നു, ഇത് രാജ്യസഭ പാസ്സാക്കുന്നു. ഇനി ഒരു ഡേറ്റും കൂടെ ഉണ്ട്, 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 എന്താണ് പ്രത്യേകത? ഈ ബില്ല് പ്രസിഡന്റ് ഒപ്പിടുന്നു. പ്രസിഡന്റ് ഒപ്പിട്ടത്, പ്രസിഡന്റ് ഒപ്പിടുന്നത് 2023 സെപ്റ്റംബർ 28. അപ്പോൾ 2023 ജൂലൈ 19 ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അർജുൻ റാം മേഘ്വാൾ ആണ് അവതരിപ്പിക്കുന്നത്. അർജുൻ റാം മേഘ്വാൾ ആരാണ്? നിയമമന്ത്രിയായിരുന്നു. നിയമമന്ത്രി. ഇനി ലോക്സഭ പാസ്സാക്കുന്നത് 2023 ജൂലൈ 20. ഇനി രാജ്യസഭ പാസ്സാക്കുന്നത് 2023 ജൂലൈ 21. പ്രസിഡന്റ് ഒപ്പിടുന്നത് 2023 സെപ്റ്റംബർ 28 പ്രസിഡന്റ് ഒപ്പിടുന്നത്. ഈ 2023 സെപ്റ്റംബർ 28 വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള MS സ്വാമിനാഥൻ അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ 28. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിക്കുന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 28. എന്നാൽ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഇദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, അതുപോലെ നിത്യ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് എവർഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനെയാണ്. പിന്നെ അതുപോലെ ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ്റെയാണ്. ഇനി ഇദ്ദേഹം എന്താണ് കുട്ടനാട് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? MS സ്വാമിനാഥനാണ്. കുട്ടനാട് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ടത് MS സ്വാമിനാഥനാണ്. പിന്നെ MS സ്വാമിനാഥൻ ജനിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിക്കുന്നത്. തമിഴ്നാട് കുംഭകോണത്താണ് ജനിക്കുന്നത്. 1925 ഓഗസ്റ്റ് 7 ജനിക്കുന്നത്. 1925 ഓഗസ്റ്റ് 7 MS സ്വാമിനാഥൻ ജനിക്കുന്നത്. കുംഭകോണത്താണ് ജനിക്കുന്നത്, തമിഴ്നാട്ടിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് എന്ത്? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥനാണ് MS സ്വാമിനാഥന്റെ പൂർണ്ണനാമം എന്നറിയപ്പെടുന്നത്. ഇത്രയും നമ്മൾ സെപ്റ്റംബർ 28 പറഞ്ഞപ്പോൾ ആ ഡേറ്റിന് വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി പറയാനുള്ളത് 2023 സെപ്റ്റംബർ 28 പ്രസിഡന്റ് ഒപ്പിട്ടു 106 ഭേദഗതി. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഏത് ആർട്ടിക്കിളാണ് ഭേദഗതി ചെയ്തതെന്ന് നോക്കാം.
106 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് നോക്കിയാൽ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 239A ആർട്ടിക്കിൾ 239A ആണ് അമൻഡ് ചെയ്ത ആർട്ടിക്കിൾ. ഏതിലാണ് മാറ്റം വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 239AA. ഇനി ചേർത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 330A ആർട്ടിക്കിൾ 330A. ആർട്ടിക്കിൾ 330Aയിൽ എന്ത് പറയുന്നു? ലോക്സഭയിൽ സ്ത്രീകൾക്ക് 33% സംവരണം. ലോക്സഭയിലെ സ്ത്രീകൾക്ക് 33% സംവരണത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 330A. ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 332A. ആർട്ടിക്കിൾ 332A. ഇതിൽ പറയുന്നത് എന്താണ്? സംസ്ഥാന നിയമസഭകളിലെ 33% വനിതാ സംവരണം. സംസ്ഥാന നിയമസഭകളിലെ 33% വനിതാ സംവരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 332A. ഇനി ഒരു ആർട്ടിക്കിളും കൂടെ ചേർത്തിട്ടുണ്ട്, ആർട്ടിക്കിൾ 334A. ആർട്ടിക്കിൾ 334A. ഈ ആർട്ടിക്കിൾ 334Aയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ നിയമം നിലവിൽ വന്ന് 15 വർഷത്തേക്ക് വനിതാ സംവരണം നിലനിൽക്കും. നിയമം നിലവിൽ വന്ന് എത്ര വർഷത്തേക്ക് നിലനിൽക്കും? 15 വർഷത്തേക്ക് ഈ സംവരണം നിലനിൽക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 334A. അപ്പോൾ ഈ ആർട്ടിക്കിളുകൾ ഒന്നുകൂടെ പറയാം. ഭേദഗതി വരുത്തിയ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 239AA ആണ്. ചേർത്തിട്ടുള്ളത് ഏതാണ്? ആർട്ടിക്കിൾ 330A. 330A എന്ന് പറഞ്ഞാൽ ലോക്സഭയിലെ 33% വനിതാ സംവരണം. ഇനി അടുത്ത ആർട്ടിക്കിൾ 332A. 332A എന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമസഭകളിലെ 33% വനിതാ സംവരണം. ആർട്ടിക്കിൾ 334A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം നിലവിൽ വന്ന് സംവരണം നിലവിൽ വന്ന് 15 വർഷത്തേക്കാണ് സംവരണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 334A പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 106 ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. 106 ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഈ ഭേദഗതികൾ ചോദിക്കുമ്പോഴത്തേക്ക് ചോദിക്കാൻ കുറച്ച് പ്രാധാന്യം കൂടുതലുള്ള, കാരണം ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള 106 ഭേദഗതിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തും കറണ്ട് അഫയേഴ്സുമായിട്ട് ഉൾപ്പെടുത്തി കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞ 91 ഭേദഗതി ഏത് വർഷമാണ്? 2003 91 ഭേദഗതി 2003 അത് എന്തിനെക്കുറിച്ച് പറയുന്നു? എന്താണ്? സാമാജികരുടെ എണ്ണത്തിൻ്റെ 15% കൂടാൻ പാടില്ല. മന്ത്രിമാരുടെ എണ്ണം സാമാജികരുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നതാണ് 91 ഭേദഗതി 2003. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 97 ഭേദഗതി 2011. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് 97 ഭേദഗതി 2011. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് 100 ഭേദഗതി 2015 ബംഗ്ലാദേശ് അതിർത്തി കരാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് 100 ഭേദഗതി 2015. 101 ഭേദഗതി എന്ന് പറഞ്ഞാൽ GSTയുമായിട്ട് ബന്ധപ്പെട്ടതാണ് 2016 101 ഭേദഗതി. GST നിലവിൽ നിന്ന് 2017 ജൂലൈ 1 പറഞ്ഞു. GST കൗൺസിലിന്റെ ആർട്ടിക്കിളൊക്കെ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ 279A ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറഞ്ഞത് 102 ഭേദഗതി 2018 102 ഭേദഗതി 2018 അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 102 ഭേദഗതി 2018. ഇനി അടുത്ത 103 ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ 2019 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണത്തെക്കുറിച്ച് പറയുന്നതാണ് 103 ഭേദഗതി 2019. 104 ഭേദഗതി 2020 അതിൽ പറയുന്നത് എന്താണ്? ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഒഴിവാക്കി. ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഒഴിവാക്കി. കൂടാതെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും SC/ST സംവരണം എത്ര വർഷത്തേക്ക് നീട്ടി? 10 വർഷത്തേക്ക് നീട്ടത് 2030 വരെ നീട്ടുന്നത് ഈ 104 ഭേദഗതി 2020 പ്രകാരമാണ്. ഇനി അടുത്ത 105 ഭേദഗതി 2021. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നോക്കക്കാരെ തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് നൽകുന്നതാണ് 105 ഭേദഗതി 2021. ഇനി അടുത്തുള്ള 106 ഭേദഗതി 2023 എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയത്തെക്കുറിച്ച് പറയുന്നതാണ് 106 ഭേദഗതി. എത്രാമത്തെ ബിൽ നമ്പർ? 128 ബിൽ നമ്പർ. ഈ 128 പറഞ്ഞപ്പോൾ GST ആയിട്ട് ബന്ധപ്പെട്ട ബിൽ നമ്പർ ഏതാണ് ചോദിച്ചിട്ടുള്ളതാണ്. GST 101 ഭേദഗതിയുടെ എത്രാമത്തെ ബില്ലാണ്? 122 ബില്ലാണ് GSTയുമായിട്ട് ബന്ധപ്പെട്ട ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് നമുക്ക് ആ ഭേദഗതി എന്ന് പറയുന്ന ഒരു ഏരിയ ഏറെക്കുറെ കംപ്ലീറ്റ് ആയെന്നാണ് വിശ്വാസം. കൂടുതൽ ചോദ്യപേപ്പറുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഭേദഗതികളാണ് കൂടുതലായിട്ടും പറഞ്ഞത്. കുറച്ച് ഇടയ്ക്ക് കുറേ 106 ഭേദഗതി ഇതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞു പോയിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയകളാണ് പറഞ്ഞിട്ടുള്ളത്. 106 ഭേദഗതികൾ എന്നിവിടെ കംപ്ലീറ്റ് ആവുകയാണ്.
ഭേദഗതി എന്നുള്ളൊരു ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് ഇതിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന ഇടയ്ക്ക് എന്താണ് ചില ഭേദഗതികൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതും ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളായിട്ടുള്ളൊരു നല്ല നോട്ട് പ്രിപ്പയർ ചെയ്യുക. പരീക്ഷകൾക്ക് വേണ്ടി നന്നായി തയ്യാറെടുക്കുക. അതുപോലെ എന്താണ് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടെ കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക്സ്.